സോ നമുക്ക് അത് ഒന്നുകൂടെ പഠിക്കാനായിട്ട് ഒന്നുകൂടെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പാരലൽ ഫോഴ്സസിൻ്റെ കേസ് പറഞ്ഞു. ഇതാണ് പാരലൽ ഫോഴ്സസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ടൻ്റ് നമ്മൾ എടുത്തിട്ട് ഈ റിസൾട്ടൻ്റ് ആഡ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനാണ് സെൻറ്റർ ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ്, പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനെടുത്തേക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം. ഇതാണ് ആ പ്രോബ്ലം, ശ്രദ്ധിച്ച് കേൾക്കാം. സോ ഫൈൻഡ് ദ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. ഇവിടെ നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനായിട്ട് വേർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. സോ വേർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെ എടുത്താൽ മതി. അതായത് 10 താഴോട്ടാണ്, -10 + 20 -20 + 10. അതാണ് അതിൻ്റെ റിസൾട്ടൻ്റ്. കാരണം സിഗ്മ FH 0 എന്തുകൊണ്ടാണ്? ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നുമില്ല. ഇവിടുത്തെ വേർട്ടിക്കൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? -10 + 20 -20 + -10. ഇപ്പോൾ -20 kN കിട്ടും. സോ അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ എന്ത് തന്നെയാണ്? ഇത് തന്നെ വരും. കണ്ട 20 kN തന്നെ വരും റിസൾട്ടൻ്റ്. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. സോ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചു. ഇനി ഇത് എവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. സോ അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത്രയും ഫോഴ്സസിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കും. മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ റിസൾട്ടൻ്റ് എവിടെയാണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ മൊമെൻറ്റും കണ്ടുപിടിക്കും. റിസൾട്ടൻ്റ് ഓഫ് ദി മൊമെൻറ്റ് അബൌട്ട് ദിസ് പോയിന്റും കണ്ടുപിടിക്കും. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അതായത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദ മൊമെൻറ്റ് ഓഫ് ദി ഫോഴ്സസ് ഇൻ ദി ക്വസ്റ്റ്യൻ ആദ്യം കണ്ടുപിടിക്കും അബൌട്ട് എ പോയിന്റ് എ. രണ്ടാമത് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ദിസ് റിസൾട്ടൻ്റ് ഫോഴ്സ് അബൌട്ട് ദി പോയിന്റ് എ കണ്ടുപിടിക്കും. എന്നിട്ട് ആദ്യം കണ്ടുപിടിച്ച മൊമെൻറ്റ്, അതെന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആദ്യം കണ്ടുപിടിച്ച്, രണ്ടാമത് കണ്ടുപിടിച്ച എന്താണ്? മൊമെൻറ്റ് ഓഫ് ദിസ് റിസൾട്ടൻ്റ് ഫോഴ്സ് അബൌട്ട് ദിസ് പോയിന്റ് എ. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. സോ ഇനി ഇനി നമുക്ക് ഇതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എ എന്ന് പറയുന്ന മൊമെൻറ്റിൽ നമുക്ക് ഇതിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 20 × 4, 20 ഈ ഫോഴ്സ് × ഈ 4. അതാണ് ഇവിടുത്തെ ഈ ഒരു ഫോഴ്സിൻ്റെ മൊമെൻറ്റ്. അതായത് ഡയറക്ഷനാണ് നെഗറ്റീവ്. അതേപോലെ ഇത് താഴോട്ട്. സോ ഇവിടെയും 20 × 10. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ. സോ 20 × 10 എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ആണ്. അതുപോലെ തന്നെ ഇതും ക്ലോക്ക് വൈസ് ആണ്. 10 + 10 × ഇത്രയും ഡിസ്റ്റൻസ്. സോ അത്രയും ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ മൊമെൻറ്റ് അബൌട്ട് ദി പോയിന്റ് എ കിട്ടും. അതൊരു സൈഡിൽ വയ്ക്കുക. ഇനി റിസൾട്ടൻ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. റിസൾട്ടൻ്റ് മൊമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ. മൊമെൻറ്റ് ഓഫ് ദി ഫോഴ്സസ് അറ്റ് എ കണ്ടുപിടിച്ചു. ഈ ഫോഴ്സ് ഈ എയിലുള്ള മൊമെൻറ്റ് കണ്ടുപിടിച്ചു. 20 × 4 നെഗറ്റീവ് + 20 × 6 + 4 10 + 10 × 7 + 6 + 4 17. അത് കണ്ടുപിടിച്ചു. 290 kN/m ആണ് കണ്ടുപിടിച്ചു. ഇനി ഏത്? റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്? നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സ് എത്ര കിട്ടി? 20 kN ആണെന്ന് അറിയാം അല്ലേ? റിസൾട്ടൻ്റ് കിട്ടിയത് 20 kN ആണ്. ആ 20 kN ഇവിടെ എവിടെയാണ് ആഡ് ചെയ്യുന്നത്? 20 kN അത് പോസിറ്റീവ് ആണെന്ന് കിട്ടി. 20 kN അല്ലേ റിസൾട്ടൻ്റ്? സോ അത് ഇവിടെ എവിടെയോ ആഡ് ചെയ്യുകയാണ്. സോ നമുക്ക് 20 kN എന്ന് പറഞ്ഞത് നമുക്ക് പോസിറ്റീവ് ആയത് കാരണം നമുക്ക് താഴോട്ട് കൊടുക്കാം. എന്നാലേ ഇത് മൂവ്മെൻറ്റ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് വരത്തുള്ളൂ, പോസിറ്റീവ് ആകത്തുള്ളൂ. സോ താഴോട്ടാണ് 20 kN എടുത്തേക്കുന്നത്. കാരണം അത് പോസിറ്റീവ് റിസൾട്ടൻ്റ് ആണ് അല്ലേ? റിസൾട്ടൻ്റ് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയത്. സോ ദാറ്റ് നമ്മൾ മൂവ്മെൻറ്റ് എടുക്കാൻ നേരത്ത് അത് ക്ലോക്ക് വൈസ് ആയിട്ട് വേണം. അതുകൊണ്ട് താഴോട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് അറിഞ്ഞൂടാ അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ എ എന്നാണ് മൊമെൻറ്റ് എടുക്കുന്ന കാരണം എയിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് ആണെന്ന് ആദ്യം അസ്യൂം ചെയ്യുന്നു ഈ ഒരു റിസൾട്ടൻ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് കണ്ടുപിടിക്കുന്നത് ഏതാണ്? ഇവിടെ ഈ മൊമെൻറ്റ് അബൌട്ട് എ എടുക്കുന്നു. ഇതിൻ്റെ മൊമെൻറ്റ് അബൌട്ട് ഈ റിസൾട്ടൻറ്റിൻ്റെ മൊമെൻറ്റ് എടുക്കുമ്പോൾ എന്താണ്? 20 × x എന്ന് വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൊമെൻറ്റ്. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ മൊമെൻറ്റും കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് മൊമെൻറ്റും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. ഈ 20 × x എന്തെന്ന് പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യുന്നു? ഈ മൊമെൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. സോ 20 × x = ഈ മൊമെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ദി ഫോഴ്സസ് അബൌട്ട് പോയിന്റ് എ ഇൻ ദി ക്വസ്റ്റ്യൻ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ് ഓഫ് ദി റിസൾട്ടൻ്റ് ഓഫ് ദി ഫോഴ്സസ് ഇൻ ദി ക്വസ്റ്റ്യൻ അബൌട്ട് ദി പോയിന്റ് എ. ഈ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞാൽ 20 × x. നമുക്ക് അറിഞ്ഞൂടെ എത്രയോ ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. റിസൾട്ടൻ്റ് 20 പോസിറ്റീവ് കിട്ടുകയാണ്. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മൊമെൻറ്റ് എടുക്കാൻ നേരത്തെ അത് പോസിറ്റീവ് വരണം. അതുകൊണ്ടാണ് താഴോട്ട് വരച്ചത് റിസൾട്ടൻ്റ്. സോ ഇത് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അറിഞ്ഞൂടാ = ഇവിടെ. അതാണ് ഇവിടുത്തെ മൊമെൻറ്റ്. ഈ മൊമെൻറ്റും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് കിട്ടും. ഈ ഡിസ്റ്റൻസ് കിട്ടും. എവിടെയാണ് ഇതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ? അതിനെയാണ് സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?
അതായത് ഒന്നുമില്ല, മൊമെൻറ്റ് ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് അബൌട്ട് എ പോയിന്റ് വിൽ ബി ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ദി ഫോഴ്സസ് അബൌട്ട് എ പോയിന്റ്. ഒന്നുകൂടെ പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് അബൌട്ട് എ പോയിന്റ് വിൽ ബി ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ദി ഫോഴ്സസ് അബൌട്ട് ദി പോയിന്റ്. ഇവിടെ എങ്ങനെ അത് എടുക്കാം? ഇതാണ് മൊമെൻറ്റ് ഓഫ് ദി ഫോഴ്സസ് അബൌട്ട് പോയിന്റ് എ. അത് എത്ര കിട്ടി? 290. ഇനി അടുത്ത് എന്ത് ചെയ്യണം? മൊമെൻറ്റ് ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അതാണ് ഇത് 20 × x. ഈ 20 എവിടെ നിന്ന് കിട്ടും? ഇതാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. സോ ഇതിൻ്റെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാവാം, എവിടെയാണെന്നുള്ളത്. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇവിടെ മൊമെൻ്റ് എടുത്തത് അല്ലേ, ഇവിടെ മൊമെൻറ്റ്. സോ എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് അത് ആക്ട് ചെയ്യണമെന്ന് അസ്യൂം ചെയ്യുന്നു, എൻ്റെ എക്സ് കണ്ടുപിടിക്കുന്നു. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്നുള്ള അറിയാം, കാരണം ഇത് പോസിറ്റീവ് ആണ് റിസൾട്ടൻ്റ് കിട്ടിയത്. അപ്പോൾ 20 × x ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു. സോ ഈ മൊമെൻറ്റും ഈ മൊമെൻറ്റും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2x = 20x = 290, അതിന് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന്, എയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലാണ് ഈ 20 kN എന്ന് പറയുന്ന ഈ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. എയിൽ നിന്ന് 14.5 ഡിസ്റ്റൻസിലാണ്. അത് ഏകദേശം ഇത് 10 ഉണ്ട്, ഇവിടെയായിട്ട് വരും. ഇവിടെയാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ. മനസ്സിലായോ?